ഇന്ന് കാണിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങം എന്ന് പറഞ്ഞ ഒരു വാഹന വിപണിയാണ് കേട്ടോ. കേരളത്തിലെ തന്നെ എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുന്നു, എൻ്റെ ഒരു കാഴ്ചയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന സ്ഥലം, അത് വാഹന മാർക്കറ്റ്, ഡീലേഴ്സ് നിലനിൽക്കുന്ന സ്ഥലം. ഇവിടെ അങ്ങ് വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത വണ്ടികളുണ്ടാവില്ല. ഞാനിത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഞാനിപ്പോൾ യാത്രയിൽ എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഒരു വിഷമ സമയത്താണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഇറങ്ങിയതിന് ശേഷം ആ ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ഇവിടെ കിട്ടാത്ത വാഹനം, പ്രീമിയം വാഹനങ്ങൾ മുതൽ ഏറ്റവും ലോ ബഡ്ജറ്റിലെ വാഹനങ്ങൾ വരെ ഈ ഒരു ഭാഗത്തിന് കിട്ടും കേട്ടോ. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പക്ഷേ എന്നാലും കേരളത്തിൽ ഇത്രയധികം വാഹനങ്ങൾ വിൽക്കപ്പെടുന്നൊരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഡീലേഴ്സാണ് ഇവിടെ വണ്ടി ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഏരിയ കംപ്ലീറ്റ് കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുകയാണ്. ഏതെങ്കിലും വണ്ടിൻ്റെ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പിന്നെ പോസ് ചെയ്ത് കാണട്ടെ. ബോർഡ് അത്യാവശ്യമൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ബോർഡ് നോക്കിയതിന് ശേഷം ഒന്ന് പോസ് ചെയ്തിട്ട് സൂം ചെയ്തെല്ലാം നമ്പർ കിട്ടും. ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ഞാൻ പോയിട്ട് ഓരോ ഷോപ്പിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. വീഡിയോ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, കാരണം വണ്ടിയിൽ നിന്നാണ് ഇത് എടുത്തത്. അപ്പോൾ ഏത് വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഏതൊരാൾ വാഹനം ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഹനം കിട്ടാത്ത വിഷയം ഉണ്ടാവില്ല. നമ്മൾ ഏതൊരു വാഹനമാണോ മനസ്സിലുള്ളത്, ആ ഒരു വാഹനം, ബൈക്ക് മുതൽ പിന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വരെ എല്ലാ വാഹനങ്ങളുടെ മാർക്കറ്റിലൂടെ ലഭ്യമാണ്. മലപ്പുറം ജില്ലയിലെ മോങ്ങം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ മലപ്പുറത്തുനിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ മലപ്പുറം ടൗണിൽ നിന്ന് 10-12 കിലോമീറ്റർ ഇവിടേക്കുള്ളൂ. അതേമാതിരി കോഴിക്കോട് പിന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ, ശരിക്കും അത്ര തന്നെ വരുന്നുള്ളൂ അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഡീലേഴ്സാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. രണ്ട് ഭാഗങ്ങളിലും റോഡിൻ്റെ രണ്ട് സൈഡും കടകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡീലേഴ്സാണ് കടകൾ. വേറെ ഷോപ്പുകൾ വളരെ കുറവാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഏതെങ്കിലും വാഹനങ്ങൾ വേണമെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കുക. പിന്നെ വാഹനം വാങ്ങിക്കണം എന്നുള്ളവർക്ക്, ഡീലേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ വാഹനം വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഈ ഭാഗത്ത് ധൈര്യമായിട്ട് വരാവുന്നതാണ്. കാരണം വാഹനം കിട്ടാതെ പോകില്ല. പക്ഷേ വാഹനത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ വാഹനങ്ങളിൽ നിന്ന് അതൊന്നും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. ക്വാളിറ്റി ഉള്ളതുണ്ടാവാം, ക്വാളിറ്റി ഇല്ലാത്തതുണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം വാഹനം യൂസ്ഡ് മാർക്കറ്റിൽ വാഹനം തപ്പുന്ന ആളുകൾക്ക് ഇവിടേക്കൊന്ന് വന്ന് നോക്കിയതിന് ശേഷം ഒരു സെക്കൻഡ് ഓപ്ഷൻ നോക്കുന്നതിന് നന്നാവുക. കാരണം അത്രത്തോളം വാഹന വിപണിയാണ് ഇവിടെ കിടക്കുന്നത്. ഫുള്ളായിട്ടും എടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇത്ര തന്നെ ഇതിൻ്റെ ഒരു ട്രിപ്പിൾ 3 ഇരട്ടി ഇനി വീഡിയോ എടുക്കാണ്ട് കേട്ടോ. അങ്ങനെ സൈഡ് വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീട് അതിൻ്റെ തൊട്ട് മുകളിലായത് കൊണ്ട് 3 കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത്. അതുവരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറേ ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നല്ലൊരു സാഹചര്യം ശരിക്കും എനിക്ക് ഒത്തു വന്നിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ചെറിയ പ്രതിസന്ധി ഘട്ടത്തിലായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ ആവശ്യമുള്ളവർ ഈ ഒരു വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട്, വാഹന വിപണിയായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഡീലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. ഒരു മാനിക്കുലേറ്റ് ആയിട്ടുള്ള ഒരു സംഗതികളും വീഡിയോയിൽ ഉണ്ടാവില്ല. ഒരു പ്രൊമോഷൻ ഒന്നായിട്ട് ഒരു കാര്യങ്ങളും വീഡിയോ ചെയ്യാറില്ല. എനിക്ക് ജെന്യുവനായിട്ട് തോന്നുന്ന കാര്യം മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. ഇപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഫിയറ്റിൻ്റെ ഒരു അവെഞ്ചുറ അവിടെ കിടക്കുന്നത് കാണുന്നത്, റെഡ് കളർ ഫിയറ്റിൻ്റെ വാഹനം നോക്കുന്നവർക്ക് അവെഞ്ചുറ എന്ന വാഹനം ഒന്ന് അവിടെ കിടക്കുന്നുണ്ട്. ഉൾഭാഗത്ത് ഞാൻ കയറിയിട്ടില്ല.
അതിലുള്ളൂ. ഏതൊക്കെ വാഹനങ്ങളാണ് ഉള്ളതെന്നുള്ള കയറിയിട്ടില്ല. അപ്പോൾ ഏതൊക്കെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏതൊക്കെ വാഹനങ്ങളാണ് പെർസെൻറ്റേജ് ടൊയോട്ട, ഇന്നോവ, ഫോർച്യൂണർ, പജേറോ ഇങ്ങനത്തെ വാഹനങ്ങളായിട്ട് കൂടുതലായി വിൽക്കുന്ന സ്ഥലപ്പുറത്തുണ്ട്. അത് മാത്രം ടൊയോട്ടൻ്റെ അങ്ങനെ വണ്ടികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡീലേഴ്സ് ഇവിടെ ഉണ്ട്. അതായത് ഇന്നോവ, ഫോർച്യൂണർ ഈ ഒരു കാറ്റഗറി മാത്രം ഡീലേഴ്സ് ഉണ്ട്. അതിൽ പജേറോ സ്പോട്ട്, ഫോർച്യൂണർ ഇത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് സെക്ഷനാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ 2 സൈഡ് ഒരേ സമയം വരുന്നതുകൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ടുകൂടി വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ 1, 2, 3 വീഡിയോയിൽ നമുക്ക് ഇത് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല കേട്ടോ. അത്രക്കും ലെങ്തി ആവും വീഡിയോ. അത് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ, അപ്പോൾ നമ്മൾ ഒന്നായിട്ട് ഓരോ ഷോപ്പിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 10-15 വീഡിയോ ചെയ്യേണ്ടി വരും. ഒരു സമയത്ത് ഒരു 10-15 ഷോപ്പ് കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ 10-15 വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. അത്രക്കും വ്യാപിച്ച് കിടക്കുന്നു ഇവിടുത്തെ ഈ പണി. ഇത് കുറച്ച് പ്രീമിയം വാഹനങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഈ ബോർഡൊക്കെ ഒന്ന് സൂം ചെയ്ത് ഞങ്ങൾക്ക് ആ നമ്പർ കിട്ടും. നമ്പർ കാണിക്കുന്നുണ്ട്. അന്ന് സൂം ചെയ്ത് ഇവിടുത്തെ നമ്പർ കിട്ടും. ഇത് വാഹനങ്ങളപ്പോൾ എടുക്കുന്നവർ നല്ലോണം ചെക്ക് ചെയ്യാനൊക്കെ അറിയുന്നവർ, വണ്ടിൻ്റെ പെയിൻറ്റിങ്, ബോഡി കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നല്ലോണം ചെക്ക് ചെയ്യാൻ അറിയുന്നവരെ കൊണ്ടുവന്ന് മാത്രം വാഹനം എടുക്കുക കേട്ടോ. പിന്നെ വാഹന വിപണി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, തട്ടിക്കൂട്ട് പരിപാടികളുണ്ടാവും.